സൂക്ഷിച്ചു കേൾക്കുക. ഇത് വെറുമൊരു യുദ്ധവാർത്തയല്ല, ഒരു ജനതയുടെ നിലവിളിയാണ്. 2026 ഫെബ്രുവരിയുടെ ആ കറുത്ത രാത്രിയിൽ ലോകം ഞെട്ടിയുണർന്നത് ഒരു വൻ പ്രഹരത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആ വ്യോമാക്രമണം ഇറാന്റെ ഹൃദയത്തിലാണ് പതിച്ചത്. ഇതോടെ പശ്ചിമേഷ്യയുടെ ഭൂപടം ചോര കൊണ്ട് മാറ്റിവരയ്ക്കപ്പെട്ടു. പതിറ്റാണ്ടുകളായുള്ള ശത്രുത ഇന്ന് ഒരു മഹായുദ്ധമായി പടർന്നു പിടിച്ചിരിക്കുന്നു. സമാധാനം എന്ന വാക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇപ്പോൾ അവിടെ മിസൈലുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. കണ്ണീരണിഞ്ഞ മുഖങ്ങൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ കരിഞ്ഞുപോയ ആ കുപ്പായം ഒരു കുഞ്ഞിൻ്റേതാണ്. കളിച്ചു ചിരിച്ച് നടക്കേണ്ട പിഞ്ചോമനകൾ ഇന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മൃതദേഹങ്ങളായി മാറുന്നു. ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ഈ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു? അടുക്കളയിൽ നിന്ന് യുദ്ധഭൂമിയിലെ ശ്മശാനങ്ങളിലേക്ക് ഓടുന്ന ആ അമ്മമാരുടെ കണ്ണീരിന് ആര് മറുപടി പറയും? ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് ഓരോ നിമിഷവും പിടഞ്ഞു വീഴുന്നത്. അധികാരം പിടിച്ചെടുക്കാൻ ഓടുന്നവർ കാണുന്നില്ല, തങ്ങൾ ചവിട്ടിമെതിക്കുന്നത് ഒരു തലമുറയുടെ സ്വപ്നങ്ങളെയാണെന്ന്. ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലല്ല, ലോകശക്തികൾ ചേരി തിരിഞ്ഞു നിൽക്കുകയാണ്. ഇസ്രായേലിന് കാവലായി അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളുമായി നിലയുറപ്പിക്കുന്നു. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത് റഷ്യയും ചൈനയും രംഗത്തുണ്ട്. ഇറാനെതിരെയുള്ള നീക്കം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇതിനിടയിൽ സമാധാനത്തിന്റെ പക്ഷം പിടിച്ച് ഇന്ത്യ നിൽക്കുമ്പോഴും GCC രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ് യുദ്ധത്തിന് വിട്ടുനൽകില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ലോകം ഒരു വലിയ സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണ്. നമ്മുടെ പ്രവാസികൾ, മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ, നാട്ടിലെ കുടുംബത്തെ ഓർത്ത് അവരുടെ നെഞ്ചു പിടയുകയാണ്. വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു, ആകാശപാതകൾ അടയ്ക്കപ്പെട്ടു. ഇനി ഒരു മടക്കമുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ അവർ നിശബ്ദരാണ്. ഇതിനിടയിൽ ഇറാന്റെ ഉള്ളിലെ കഥകൾ മറ്റൊന്നാണ്. അവിടെ പീഡനങ്ങൾക്കിടയിലും വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു ചെറിയ ക്രൈസ്തവ സമൂഹമുണ്ട്. രഹസ്യസഭകളിൽ അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ബൈബിളിലെ പ്രവചനങ്ങൾ സത്യമാകുകയാണോ? പേർഷ്യയും ഇസ്രായേലും നേർക്കുനേർ വരുമെന്ന എസെക്കിയേൽ പ്രവാചകന്റെ വാക്കുകൾ ഇന്ന് നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം. പ്രിയപ്പെട്ടവരെ, തോക്കുകൾ താരവയ്ക്കാൻ സമയമായി. യുദ്ധം ആർക്കും വിജയമല്ല, മറിച്ച് അതെല്ലാവരെയും ശൂന്യരാക്കുന്നു. വരിക, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആകാശത്തുനിന്ന് ഇനി മിസൈലുകളല്ല, സമാധാനത്തിന്റെ തുള്ളികൾ വീഴാൻ. യുദ്ധമുഖത്ത് മരിച്ചു വീണ ആ കുഞ്ഞുങ്ങൾക്കായി, കുടുംബങ്ങളെ ഓർത്ത് ആശങ്കപ്പെടുന്ന നമ്മുടെ പ്രവാസികൾക്കായി, പശ്ചിമേഷ്യയിലെ ഓരോ സാധാരണക്കാരൻ്റെയും സുരക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭയത്തിൻ്റെ ഈ കറുത്ത ദിനങ്ങൾ മാറി സമാധാനത്തിൻ്റെ ഒരു പുലരി അവിടെ ഉദിക്കട്ടെ. സർവശക്തൻ ലോകത്തെ കാത്തുരക്ഷിക്കട്ടെ. സമാധാനം മാത്രമുണ്ടാകട്ടെ.